ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിലൂടെ ഞാൻ ഓരോ പ്രേക്ഷകരെയും അറിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇടയിലുണ്ടായിട്ടുള്ള വളരെ പേടിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. 234 എന്നാണ് നമ്മളതിനെ കോഡായിട്ട് പറയുന്നത്. 234 എന്ന് പറയുന്നത് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ IST കോഡാണ്. കഴിഞ്ഞ ഒരു 25 വർഷത്തോളമായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് നൈജീരിയൻ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ. ഇന്ത്യ ഒരു വളരെ സ്വതന്ത്രമായ രാജ്യമാണ്. നമ്മളെക്കാളും അതിഥി ദേവോ ഭവ എന്നുള്ള രീതിക്കനുസരിച്ചിട്ട് നമ്മളെ സഹോദരങ്ങളെക്കാളും കൂടുതൽ പരിഗണന വിദേശ രാജ്യത്തു നിന്നുള്ളവർക്ക് നൽകുന്നവരാണ്. അപ്പോൾ ഈ നൈജീരിയയിൽ നിന്ന് ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ ധാരാളമായിട്ട് വിസ എടുക്കുന്നുണ്ട്. നമ്മൾ ദുബായിൽ പോകുമ്പോൾ അവരിവിടെ വരുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അവർ വരുന്നതെല്ലാം പഠിത്തത്തിനെന്നും ബിസിനസ്സിനെന്നും പറഞ്ഞുകൊണ്ടാണ് പലരും വിസ എടുക്കുന്നതും വരുന്നതും, അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ട് വരും. എന്നിട്ട് വർഷങ്ങളോളം ഇന്ത്യയിൽ അവർ താമസിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സുംബയൊക്കെ തുടങ്ങിയത് തന്നെ രാസലഹരിക്കെതിരെയായിട്ടാണ് തുടങ്ങിയത്. ഈ രാസലഹരിയുടെ ഉറവിടം എവിടെയാണെന്ന് നമ്മളെ ഗവൺമെൻറ്റിനെല്ലാം അറിയാൻ വ്യക്തമായിട്ട്. ഇന്ത്യയിലേക്ക് വരുന്ന രാസലഹരികളെല്ലാം കൊക്കൈൻ തുടങ്ങിയുള്ള എല്ലാ ലഹരികളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നൈജീരിയ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ചില വ്യക്തികളുമാണ്. നൈജീരിയക്കാരെല്ലാവരും മോശക്കാരെന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. ആ രാജ്യത്തെ ഇകഴ്ത്താൻ എനിക്ക് യാതൊരു രീതിയിൽ താല്പര്യമില്ല. പക്ഷേ അവിടെ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഭരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, IT-യിലുണ്ടായ വളർച്ച, അതിനെ അവർ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതി എന്നിവ ഇന്ത്യ ഗവൺമെൻറ്റിനെ വളരെ വർഷങ്ങളായിട്ട്, ഗവൺമെൻറ്റിനെയും പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും വർഷങ്ങളായിട്ട് കുഴക്കുന്ന ഒരു സംഭവം. ഇവർ പല രീതിയിലും പല ഭാവത്തിലും ഇന്ത്യയിലെത്തും. ഇവരിലെത്തുന്നവരാരും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഏജൻസികളുടെ സ്വഭാവം. ഇവർ ഒരു സെക്യൂരിറ്റി ത്രെട്ട് അല്ലാത്തതുകൊണ്ട് ആരും നമ്മൾ അവരെ ആ രീതിയിൽ കാണുന്നില്ല. എന്നാൽ സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ളതിനേക്കാളും ഏറ്റവും വലിയ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതിൽ നൈജീരിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന പൗരന്മാരെ ഇന്ത്യ ഗവൺമെൻറ് വളരെ സസൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു.